നിൽക്കുകയാണ്. ഈ നിമിഷം 41 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ നേടിയ വെങ്കലം ഇന്ത്യ ഇതാ ഇവിടെ നിലനിർത്തിയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇത് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടുന്ന 14ാമത്തെ മെഡലാണ് എന്നുകൂടിയൊക്കെ 13ാമത്തെ മെഡലാണ് എന്നുകൂടി ഓർക്കുക. 8 സ്വർണം, 1 വെള്ളി, 4 വെങ്കലം, 13 മെഡലുകളുമായി ഇന്ത്യ ഒളിമ്പിക്സ് ഹോക്കി ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ടീമായി മാറുന്നു. PR ശ്രീജേഷിനെ നമ്മുടെ നായകനെ PR ശ്രീജേഷിന്റെ അമ്മയുടെ കണ്ണുനീരും ആ പുഞ്ചിരിയും ഒപ്പം മകളുടെ ചിരിയും കുടുംബാംഗങ്ങളുടെയും ഒപ്പം PR ശ്രീജേഷിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സന്തോഷവും തിങ്ങി നിൽക്കുന്ന നിമിഷം ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും ഇന്ത്യക്ക് ആശ്വാസമായി, കേരളത്തിന് ആശ്വാസമായി വരുന്നൊരു വാർത്ത. ഇന്ത്യക്ക് വെങ്കലം, അതിൽ നമ്മളുടെ അഭിമാന താരം PR ശ്രീജേഷിന്റെ ഗംഭീരമായ സേവുകൾ. വിനേഷ്, ആ സേവുകൾ ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകരോട് വിശദീകരിച്ചു കൊടുക്കണം. കാരണം ഈ അവസാന നിമിഷം പോലും സ്പെയിന് ഒരു പെനാൾട്ടി കോർണർ അനുവദിക്കുന്നു. ആ പെനാൾട്ടി കോർണർ തടഞ്ഞിട്ട് ശ്രീജേഷിന്റെ അസാമാന്യമായ പ്രകടനം, ദൈവത്തിന്റെ കൈകൾ പോലെ നിരന്നു നിൽക്കുന്ന ശ്രീജേഷിന്റെ സേവ്, സൂപ്പർ സേവുകൾ. 10 ഗോളടിച്ച ഹർമൻ പോലും ശരിക്കും പറഞ്ഞാൽ ഒരു ഒളിമ്പിക് മെഡലിസ്റ്റ് ആയിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ അതിൽ പോലെ ഒരു ഭാഗ്യം എന്താ കിട്ടാനുള്ളത്? ഏറ്റവും ഒളിമ്പിക്സ് മെഡലിസ്റ്റായി റിട്ടയർ ചെയ്യുന്ന PR ശ്രീജേഷിനെ കുറിച്ച് ഡെഡിക്കേഷനും ദൈവം കൊടുത്ത ഒരു ട്രൂ റിവാർഡായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം. എനിക്ക് വാക്കുകളില്ല പറയാൻ. ഭയങ്കര സന്തോഷം. എനിക്ക് അത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. സത്യം ഇല്ല, അത് അവന്റെ ഇഷ്ടമല്ലേ. ഇപ്പൊ റിട്ടയർ നന്നായിരുന്നുണ്ട്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയപ്പോൾ റിട്ടയർ ചെയ്യേണ്ടതായിരുന്നു. നല്ലൊരു എന്തോളം റിട്ടയർ ചെയ്യണം. മീൻസ് അതാണല്ലോ ഏറ്റവും നല്ല ആവശ്യം. നമുക്ക് സന്തോഷം, ഇതിൽ വളരെ സന്തോഷം. ഉറപ്പായിട്ട് ഇതിൽ മെഡൽ കൊണ്ട് വരുമെന്ന് പറഞ്ഞില്ല. രാവിലെ കളിക്കാൻ എന്നും കളിക്കാൻ പോണേ വിളിച്ച് ഞങ്ങളോട് പറയും. അപ്പൊ ഞങ്ങള് കളിക്കണം, നന്നായി കളിക്കാൻ പറ്റും, നന്നായി കളിക്കണം, എല്ലാം നല്ലതാണെന്ന് പറഞ്ഞ് ഇത്തവണ ജയിക്കുമെന്ന് ഉറപ്പ് നൽകിയാണ്. ഇന്ന് ഒരു 4 മണിയായപ്പോൾ വിളിച്ചായിരുന്നു. ഈ മത്സരം തുടങ്ങിയതിൽ അമ്മ നല്ല പ്രാർത്ഥനയായിരുന്നു. അതെ, പ്രാർത്ഥനയാണല്ലോ ഞങ്ങൾക്ക് ഉള്ളത്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ദൈവാനുഗ്രഹമാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. എന്നാ തന്നെയാ പറഞ്ഞ വിവരങ്ങൾ പറഞ്ഞു. ഏതായാലും ഇവിടെ ക്യാൻറ്റീൻ വന്ന് റിട്ടയർമെന്റ് കളി കാണാൻ വേണ്ടിയിട്ടാണ് ആ സന്തോഷത്തിൽ അവർ. തീർച്ചയായിട്ടും അത് മെഡലോട് തീർക്കാവുന്നത് വളരെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ സന്തോഷം. ദൈവത്തിന് നന്ദി. സന്തോഷം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീട്ടിൽ വന്ന് ആദ്യമായിട്ടാണ് ഗെയിം കാണുന്നത്. അതിങ്ങനെ സക്സസ്ഫുൾ ആയതിൽ വളരെയധികം സന്തോഷം. PR ശ്രീജേഷിന്റെ കുടുംബാംഗങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഒരു വെങ്കല മെഡലിസ്റ്റായി PR ശ്രീജേഷിന്റെ